ഹലോ, കുറേ നാളായല്ലേ എൻ്റെ വീഡിയോ കണ്ടിട്ട്. നിങ്ങളെന്നെ മറന്നോപ്പാ? അങ്ങനെ മറന്നുകൂടാ. വീഡിയോ ഇടാനില്ല ഒരു മൂഡ് ഉണ്ടായിട്ടാ. പിന്നെ ഒരു വീഡിയോ ഇടുമ്പം അതിൽ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഉൾപ്പെടുത്തണ്ടേ. അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത്. സാധാരണ ഈ ഒരു സമയത്ത് എനിക്കൊരു പനി പതിവാണ്. ഇപ്രാവശ്യം വരാത്തേരം എന്തേ വരാത്തേന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായത്. അപ്പം എൻ്റെ ഉൾവിളി കേട്ടിട്ടാവണം ആശാൻ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ഫാമിലി പാക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഈ വരുന്ന വഴിക്ക് ഒരു പൂച്ചപ്പട്ടിയുണ്ട്. അതിങ്ങനെ എൻ്റെ പുറകേ വരുന്നുണ്ട്. അതിൻ്റെ ഡൗട്ട് ഞാൻ അതിനെ കടിക്കുമെന്നാവും. പക്ഷെ എനിക്ക് അതിനെയാണ് പേടി. പനി 2 ദിവസം മുന്നേ ചെറുതായിട്ട് വന്നിട്ട് പോയിനെ. പക്ഷെ എൻ്റെ ബാക്കിയായിട്ട് തൊണ്ടവേദനയും ചുമയും ചെവി വേദനയെല്ലാം ആടെ വെച്ചിട്ടാണ് ആശാൻ പോയത്. ഈ ചെവി വേദന വന്നാണ്ടല്ല സഹിക്കാൻ പറ്റൂല. ബാക്കിയെല്ലാ വേദനയും നമുക്ക് കരയാം, ഇത് കരയാനും പറ്റൂല. കാശി ഡ്രോയിങ് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പം അവനാ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയെന്ന്. സുഖമില്ലെങ്കിലും ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നതിന് ഒരു കുറവും വന്നിട്ടില്ല. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നാണല്ലോ അല്ലേ, അങ്ങനെയല്ലേ പറയാറ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഏച്ചിലെടുത്താണ്. അപ്പം ഭേദകമില്ല ആശുപത്രിയിലാണ് പോയത്. തിരക്കൊന്നും ഉണ്ടായിട്ട, വേഗം തന്നെ ഡോക്ടറെ കാണിക്കാൻ പറ്റി. പിന്നെ ആരുമില്ല, ഏകദേശം എല്ലാ മരുന്നും എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മരുന്ന് കഴിക്കലാണ് വലിയൊരു ടാസ്ക്. അസുഖം മാറണമെങ്കിൽ മരുന്ന് കഴിച്ചല്ലേ പറ്റൂ. പിന്നെ ആടുന്ന് ചായയെല്ലാം കുടിച്ച് മെല്ലെ വിട്ടു. എൻ്റെ അപകർഷതാബോധവും എനിക്ക് എന്നിൽ എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്നെല്ലാം ആഗ്രഹിച്ചിട്ട് ഒരു നട്ടപ്പാതിലേക്ക് ബോധോദയം വന്നിട്ട് തുടങ്ങിയതാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ. അതെനിക്ക് ഒരുപാട് ഹെൽപ്പായിട്ടും ഉണ്ട്. വീഡിയോ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് എനിക്കെന്നെ പൂർണ്ണമായിട്ടും കാണിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഓരോന്നിനും ഓരോ സമയമുണ്ടെന്നാണല്ലോ. പയ്യെ തിന്നാ പനിയും തിന്നാ അല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.